ആരുടെ വോയിസ് ആണ് ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോ ചെയ്യുന്ന ജി കെ പിള്ള സാറിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. ജി കെ പിള്ള സാറിന്റെ വോയിസ് ആണ്. ശരി, നമുക്കത് കേൾക്കാം. ഇത് രാത്രി 12 മണിക്ക് കടപ്പുറത്ത് 2 അറബികൾ വരും. വൈരങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. നമ്മുടെ സംഘത്തിൽപ്പെട്ടവരാരെങ്കിലും എന്തെങ്കിലും മനർത്ഥം കാണിച്ചാൽ ഇതായിരിക്കും നിന്റെയൊക്കെ അനുഭവം. എന്തെങ്കിലും ഒരു ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? രാജേട്ടാ, അതെ, ഞാൻ നിർമ്മിച്ച 2000 ഒരു സീരിയലിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഇതുപോലെ ചതുര വട്ടിവിലാണ് സംസാരിക്കുന്നത്. നല്ല ഭയങ്കര ബേസ് വോയിസ് ആണ്. പിന്നെ ഇദ്ദേഹം എക്സ് മിലിറ്ററി ആണ് ആള്. മിലിറ്ററിക്കാരനായിരുന്നിട്ടും അദ്ദേഹം ഒരു പുകവലിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സ് വയ്ക്കുകയോ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ കഴിഞ്ഞ നസീർ സാറിന്റെ ഒക്കെ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പൊ ആ കാലത്ത് എല്ലാ പടങ്ങൾ എടുത്താലും വില്ലൻ ഇതാണ്. കൊട്ടാര ശ്രീധരൻ മുമ്പ് എല്ലാ പടങ്ങളിലും വില്ലൻ വരുന്നത് പുള്ളിയാണ്. കാര്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഇപ്പം മരിച്ചിട്ട് 2 വർഷമൊക്കെ ആവത്തുള്ള സംഭവം. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ജെന്റിൽമാൻ ആക്ടറായിരുന്നു. അങ്ങനത്തെ ഒരാളാണ്. മോഡുലേഷൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെയൊക്കെ ഡയലോഗ് ഒരു തിയേറ്ററിൽ അന്നത്തെ കാലത്ത് അറ്റ്മോസ് ഇല്ല, DTS അതൊന്നുമില്ല. പക്ഷെ B ക്ലാസ്സിൽ ഓല തിയേറ്ററിൽ കാണിച്ചാലും ഇദ്ദേഹത്തിന്റെ ഡയലോഗ് എല്ലാവർക്കും മനസ്സിലാവും. അത്ര ക്ലാരിറ്റിയാണ്. നമുക്ക് ഇനി അടുത്ത ആരുടെ വോയിസ് കേൾക്കാം? ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഗോവിന്ദൻകുട്ടി സാറിന്റെ വോയിസ്. ഗോവിന്ദൻകുട്ടി സാർ. എടി പെണ്ണേ, ഇന്ന് രാത്രിയില് എന്റെ കൂടെ കേട്ടക്കാമെങ്കിൽ ഈ കാണുന്ന സ്വത്തും സമ്പാദ്യവും ഒക്കെ നിനക്കുള്ളതാ. നീ എന്നെ അടിച്ചപ്പോരാരും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല പെണ്ണേ. നീ എന്റെ കരവലയത്തിൽ കിടന്ന് പെടയും പെണ്ണേ. വാടി ഇങ്ങോട്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു സിനിമയില് താരാട്ടിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഉദയയിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യകാല പടങ്ങളിലെല്ലാം ഉണ്ട്. ഈ ശാരംഗപാണി എഴുതുന്നതിന് മുമ്പ് വടക്കം പാട്ടുകൾ എഴുതാനും സംഭാഷണം എഴുതാനൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് മിമിക്രി അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും നസീർ സാറ് KP ഉമറിൽ ഒന്ന് ഇതാണ്. അപ്പൊ പുള്ളിക്ക് ഒരു ആക്ഷനൊക്കെ ഉണ്ട്. പക്കട്ടെ ഈ 12-3 അവനെ അങ്ങ് കാച്ചിക്കളയട്ടെ എന്ന് പറയും. ഇങ്ങനെയാണ് പുള്ളിയുടെ ഡയലോഗിന്റെ ഒരു റെൻഡറിങ്ങിന്റെ രീതി.